PPE കിറ്റ് വിവാദം വീണ്ടും പുകയുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പ് PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേട് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന CAG റിപ്പോർട്ടിൽ പറയുന്നത്. പൊതുവിപണിയേക്കാൾ 300% കൂടുതൽ പണം നൽകിയാണ് PPE കിറ്റ് വാങ്ങിയതെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട്. 2020 മാർച്ച് മുതൽ മെയ് വരെ 5 സ്ഥാപനങ്ങളിൽ നിന്നാണ് ആരോഗ്യവകുപ്പ് PPE കിറ്റ് വാങ്ങിയത്. വേഴ്സസ് സാൻ ഫാർമ, A&A ട്രേഡിംഗ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മെഴ്സസ് ഇന്നോവ കോഷ്യൻ പ്രൈവറ്റ് ലിമിറ്റഡ്, BNS ഹെൽത്ത് എയ്ഡഡ് ലിമിറ്റഡ്, മെഴ്സസ് കിറ്റെക്സ് ഗാർമെന്റ്സ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് കിറ്റുകൾ വാങ്ങിയത്. 2020 മാർച്ച് 28-ന് 580 രൂപയ്ക്ക് വാങ്ങിയെന്നും 2 ദിവസത്തിന് ശേഷം മാർച്ച് 30-ന് 1550 രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുറഞ്ഞ വിലയിൽ കിറ്റുകൾ സാധാരണ വിതരണക്കാരിൽ നിന്നും പ്രാദേശിക വിപണികളിൽ നിന്നും ലഭ്യമായിരുന്നെങ്കിലും അതിന് ശ്രമിച്ചില്ല എന്നും CAG കണ്ടെത്തലുണ്ട്. ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം മുൻ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിൽ കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് KK ശൈലജ ചെയ്തത്. ഈ അനിത ടെസ്റ്റ് കോട്ടറൊന്നും എന്റെ മനസ്സിലില്ല. ഇപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും അറിയാണ്ട് ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. പക്ഷെ ആ സമയത്ത് നല്ല ക്ഷാമം ഉണ്ടായിരുന്നു. ഒരു കമ്പനിയുടെ കയ്യിൽ മാത്രമേ അന്ന് ആ സമയത്ത് വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. CAG റിപ്പോർട്ട് കാണാണ്ട് ഞാൻ ഒന്നും പറയില്ല. അത് തന്നെയായിരിക്കും കൂടുതൽ പണം ചെലവാക്കി എന്നുള്ളത് പറയുന്നുണ്ടാവുക. അതിന് ഗവൺമെന്റ് മറുപടി പറയും. എനിക്കറിയില്ല, എനിക്കൊന്നും പറയാൻ അതിനെപ്പറ്റി. അത് ഗവൺമെന്റ് അതിനുള്ള മറുപടി പറയുമല്ലോ. CAG റിപ്പോർട്ടിന്റെ വന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിൽ ഒരു രീതിയുണ്ട്. അത് ഏത് ഗവൺമെന്റ് ആയാലും അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമല്ല. വ്യക്തത ഇല്ലെങ്കിൽ ഗവൺമെന്റ് അതിന് വ്യക്തത ഉണ്ടാക്കി കൊടുക്കും. ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി നടത്തിയ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. PPE കിറ്റ് കിട്ടാനില്ലായിരുന്നു എന്ന മുൻ മന്ത്രി KK ശൈലജയുടെ വാദം പൊളിക്കുന്ന ഒരു കത്ത് പ്രതിപക്ഷ നേതാവ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 550 രൂപയ്ക്ക് 25,000 കിറ്റുകൾ നൽകാമെന്ന് പറഞ്ഞുള്ള അനിത ടെക്സ്കോട്ടിന്റെ കത്താണ് VD സതീശൻ പുറത്തുവിട്ടത്. മുൻ ആരോഗ്യമന്ത്രി ഇന്നലെ അതിന് മറുപടി പറഞ്ഞത് ഇത് കിട്ടാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇത് കിട്ടാനുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കേണ്ടി വന്നത് എന്നാണ്. അനിത ടെക്സ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം 1550 രൂപയ്ക്ക് PPE കിറ്റ് മേടിക്കാൻ സർക്കാർ ഉത്തരവ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഈ 550 രൂപയ്ക്ക് ഞങ്ങൾ PPE കിറ്റ് തരാം, ഞങ്ങൾ 25,000 കിറ്റ് തരാം എന്ന് അവർ പറഞ്ഞു. ഈ കത്ത് കയ്യിലിരിക്കുമ്പോൾ, സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോൾ 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. കോവിഡ് കാലത്തെ തീവെട്ടിക്കൊള്ളയാണ് CAG സ്ഥിരീകരിച്ചത് എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. PPE കിറ്റ് വാങ്ങിയതിലൂടെ അന്നത്തെ ആരോഗ്യമന്ത്രി വൻ അഴിമതിയാണ് നടത്തിയത്. കോൺഗ്രസ് നിയമ നടപടി ആലോചിക്കുമെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. കോവിഡ് കാലത്ത് നടന്ന തീവെട്ടിക്കൊള്ളയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 500 രൂപയ്ക്ക് കിട്ടുമായിരുന്ന PPE കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയത് അഴിമതി അല്ലെങ്കിൽ മറ്റെന്താണ്? കോവിഡ് കാലത്ത് കത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമാണ് ഇടതുമുന്നണി ഗവൺമെന്റ് ചെയ്തത്. ഇതിനെതിരെ കേസെടുക്കാനുള്ള നടപടിയാണ് തുടരേണ്ടത്. അതേസമയം CAG രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണ് എന്നുമായിരുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഒരു വീഴ്ചയില്ല. CAG റിപ്പോർട്ട് ഈ പറയണത് CAG രാഷ്ട്രീയം തന്നെ. ഏത് രാഷ്ട്രീയമാണോ, ഏത് സ്ഥാപനമാണ് BJPക്കാര് ഈ രീതിയിൽ നശിപ്പിക്കാതിട്ടുള്ളത്? സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും അവർ തകർത്തുകൊണ്ടിരിക്കുക. അതിനൊക്കെ മണിയടിക്കലാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് CAG കേരളത്തിനെതിരായിട്ടുള്ള കുരിശുദ്ധത്തിന്റെ ഭാഗമാണ്. വ്യക്തമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് CAG റിപ്പോർട്ടിലും പരാമർശിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ഈ വിവാദത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തത സർക്കാർ നൽകുമോ എന്നും അറിയേണ്ടതുണ്ട്. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. കോവിഡ് കാലത്ത് പർച്ചേസ് കൊള്ള നടന്നു എന്നായിരുന്നു
നേരത്തെ പ്രതിപക്ഷം നിയമസഭയിലടക്കം ഉയർത്തിയിരുന്ന ആരോപണം. പ്രത്യേകിച്ച് PPE കിറ്റ് അടക്കമുള്ളവ വാങ്ങിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടും അമിത വില കൊടുത്തുമാണ് വാങ്ങിക്കൂട്ടിയത്. ഇതിനു പിന്നിൽ വലിയ തരത്തിലുള്ള അഴിമതി ഉണ്ടായിരുന്നു എന്നായിരുന്നു മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ അടക്കമുള്ളവർക്കെതിരെ നിയമസഭയിലടക്കം പ്രതിപക്ഷം നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന അവസ്ഥയിലേക്കാണ് CNDG കണ്ടെത്തലുകൾ എത്തിയിരിക്കുന്നത്. നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചതുപോലെ തന്നെ 10 കോടി രൂപയിൽ അധികമുള്ള അധിക ചെലവ് സർക്കാർ ക്രമരഹിതമായി PPE കിറ്റുകൾ വാങ്ങിയതിലൂടെ തന്നെ സംഭവിച്ചു എന്നാണ് CNDG കണ്ടെത്തിയത്. സ്വാഭാവികമായും ഒരു ഭരണഘടനാ പദവിയുള്ള സ്ഥാപനത്തിന്റെ ആ കണ്ടെത്തലിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. തങ്ങൾ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയായി എന്ന് പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ അടിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ അടിയായി മാറി. അതിനെ പ്രതിപക്ഷം ഉപയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പുര കത്തിയപ്പോൾ വാഴ വെട്ടുകയും വീടിന് തീയിടുകയും ഒക്കെയാണ് സർക്കാർ ചെയ്തതെന്നാണ് കോവിഡ് കാല പർച്ചേസിനെ കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിന് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ഉന്നയിക്കുന്നതായി നമ്മൾ കണ്ടു. അതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ വശം നോക്കിക്കഴിഞ്ഞാൽ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരാണ് ഈ കോവിഡ് കാലത്തെ പർച്ചേസ് അഴിമതി നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. അവർക്കത് രാഷ്ട്രീയത്തിൽ കിട്ടുന്ന ചില മുൻതൂക്കങ്ങളായി മാറുകയും ചെയ്തു. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടി, അതായത് പൊതുവെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്നുള്ളതല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന ബലാബലങ്ങളിൽ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് കരുത്ത് പകരുന്നതാണ് CNDG കണ്ടെത്തലുകൾ എന്ന് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ളവരുമൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് പോകുന്ന ആണ് കണ്ടത്. CNDG റിപ്പോർട്ടിനെ ശരിവെക്കുന്ന രേഖകൾ കൂടുതൽ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്നൊരു രേഖ പുറത്തുവിടുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സാൻഫാർമ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടായിരുന്നു നേരത്തെ വഴിവിട്ട് സഹായങ്ങൾ ഉണ്ടായി എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയും അത് CNDG റിപ്പോർട്ടിൽ വരികയും ഒക്കെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സമാനമായി ആ സാൻഫാർമയ്ക്ക് 1550 രൂപ നിരക്കിലാണ് അന്ന് PPE കിറ്റുകൾ സംസ്ഥാന സർക്കാർ വാങ്ങിക്കൂട്ടിയിരുന്നത്. എന്നാൽ ആ സാൻഫാർമയ്ക്ക് PPE കിറ്റ് വാങ്ങാൻ ഉത്തരവ് നൽകുന്നതിൻ്റെ തലേ ദിവസം, അതായത് 28/3/2020 വെറും 550 രൂപ നിരക്കിൽ 25,000 PPE കിറ്റുകൾ നൽകാം എന്ന് പറഞ്ഞ് അനിത ടെസ്റ്റിക്കോട്ട് എന്ന കമ്പനി സംസ്ഥാന സർക്കാരിന് ഒരു കത്തയച്ചിരുന്നു. ആ കത്താണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതിന് തെളിവായി പുറത്തുവിട്ടിരിക്കുന്നത്. ആ കത്തിൽ 25,000 PPE കിറ്റുകൾ ഈ വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ മരുന്നുകൾ സംഭരിക്കുന്ന സ്ഥാപനമായ KMSSCL ഇവരിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ചത് പോലും 10,000 PPE കിറ്റുകളാണ്. എന്നിട്ട് അതിൽ നിന്നും 5,000 എണ്ണം മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പോഴാണ് സാൻഫാർമയിൽ നിന്നും 1,550 രൂപ നിരക്കിൽ, അതായത് 550 രൂപയ്ക്ക് കിട്ടേണ്ട സാധനം 1,550 രൂപ നിരക്കിൽ ഈ ഇത്രയധികം വാങ്ങിക്കൂട്ടുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെയും പ്രതിപക്ഷം ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ CNDG സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിനു പുറമെ ഇന്ന് കഴിഞ്ഞ ആ കാലയളവിൽ നടന്ന പർച്ചേസ് കൊള്ളയുടെ പേരിൽ നടന്ന അഴിമതിക്ക് കൂടുതൽ തെളിവുകൾ എന്ന നിലയ്ക്ക് പുതിയ രേഖകൾ പുറത്തു വിടുകയുമാണ്. സ്വാഭാവികമായി ഇതെല്ലാം സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അത് നടന്നതെങ്കിലും അന്നത്തെയും ഇന്നത്തെയും സർക്കാർ LDF ആണ്. സ്വാഭാവികമായും രണ്ടാം പിണറായി സർക്കാരിലേക്ക് കൂടി അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചാരിക്കൊടുക്കാൻ പെട്ടെന്ന് തന്നെ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുതയായി നിൽക്കുന്നത്. അതാണ് പ്രതിപക്ഷം ഇപ്പോൾ രാഷ്ട്രീയമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അന്ന് പറഞ്ഞ അഴിമതി ആരോപണം ഭരണഘടനാ സ്ഥാപനമായ CNDG ശരിവച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള തെളിവുകൾ ഞങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയും എന്ന വാദഗതിയുമായി മുന്നോട്ട് വരികയാണ്. ഇതോടൊപ്പം തന്നെ ഭരണപക്ഷത്തു നിന്നാണെങ്കിൽ പ്രതിരോധം തീർത്തുകൊണ്ട് നമ്മൾ വന്ന് കണ്ടത് തോമസ് ഐസക്കിൻ്റെ മുൻ ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് CNDGക്ക് വിശ്വാസ്യതയൊന്നുമില്ല, എല്ലാ സ്ഥാപനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയമായി BJP ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് CNDGയുടെ കാര്യത്തിലുമുണ്ട്. രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്ന ദൗത്യമാണ് CNDG നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാതെ വസ്തുതയൊന്നുമില്ല എന്നുള്ള കാര്യമാണ്. അന്ന് ഏത് സാഹചര്യത്തിലാണ് ഇത് വാങ്ങിക്കൂട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് മുഴുവൻ അറിയാമെന്ന ഒറ്റ പ്രതികരണത്തിലോടും ബാക്കി കാര്യങ്ങൾക്കൊക്കെ സർക്കാർ ഉത്തരം പറയും എന്നും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതും മുൻ ആരോഗ്യമന്ത്രി ശൈലജയാണ്. എന്നിട്ടും അവർ അക്കാര്യങ്ങൾ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാതെ ഇപ്പോഴത്തെ സർക്കാർ മറുപടി പറയുമെന്ന് ചാരിക്കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സ്വാഭാവികമായും ഇപ്പോൾ ഈ ചർച്ച നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം കൊണ്ടുവരുന്നത് ഗവർണറുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മേലുള്ള അവരുടെ പ്രസംഗങ്ങൾക്കിടയിലാണ്. നാളെ അതിന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ CNDGക്ക് കൂടിയുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്
ഉണ്ടാവാനാണ് സാധ്യത. അതെ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഗുരുതരമായ കണ്ടെത്തലുകൾ CIG റിപ്പോർട്ടിലുമുണ്ട്. ഇതിനൊരു മറുപടി വളരെ അത്യാവശ്യമാണ്, അതുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.